നമസ്കാരം. ലളിതാ സഹസ്രനാമം ആദ്യമായി ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകാം. എങ്ങനെ തുടങ്ങണം? എപ്പോൾ ജപിക്കണം? ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്നൊക്കെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ഞാൻ പിന്തുടരുന്ന രീതി ഇവിടെ പറയാം. ആദ്യമായി എന്താണ് ലളിതാ സഹസ്രനാമം എന്ന് നോക്കാം. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിലാണ് ഈ സഹസ്രനാമം ഉൾപ്പെടുന്നത്. ഹയഗ്രീവ മഹർഷി അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ മഹാമന്ത്രങ്ങൾ. ഇന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല മന്ത്രങ്ങളും മറ്റും ഉപദേശിച്ചു കിട്ടാൻ. മറ്റ് എല്ലാ മന്ത്രങ്ങളും അഗസ്ത്യർക്ക് ഹയഗ്രീവ മഹർഷി ഉപദേശിച്ചുവെങ്കിലും ഈ 1000 നാമങ്ങൾ മാത്രം അഗസ്ത്യർക്ക് ഉപദേശിച്ചില്ല. അഗസ്ത്യരുടെ അടങ്ങാത്ത ഭക്തിയും ജിജ്ഞാസയും കണ്ടിട്ടാണ് ഹയഗ്രീവ മഹർഷി ഈ രഹസ്യമന്ത്രം അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചത്. മഹാശക്തിയെ അറിയാനും ആരാധിക്കാനും അത്രയും ആഗ്രഹമുള്ളവർക്കും പുണ്യമുള്ളവർക്കും മാത്രമേ ഈ സഹസ്രനാമങ്ങൾ പരാശക്തിയുടെ അനുമതിയോടെ ജപിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങൾ വെറുമൊരു പേരുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ നിയന്ത്രിക്കുന്ന മഹാശക്തിയുടെ സ്പന്ദനങ്ങളാണ്. വാഗ്ദേവതമാർ ചേർന്ന് രചിച്ച ഈ സ്തോത്രം ലളിതാംബികയുടെ ഇഷ്ടസ്തോത്രമായി കരുതപ്പെടുന്നു. ആദ്യമായി ജപിക്കുന്നവർ ആദ്യം ഓഡിയോ കേട്ട് പഠിക്കുകയാണ് വേണ്ടത്. കാരണം സംസ്കൃത നാമങ്ങളായതിനാൽ ഉച്ചാരണം വളരെ പ്രധാനമാണ്. തെറ്റായി ഉച്ചരിച്ചാൽ നാമങ്ങളുടെ അർത്ഥം മാറും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മന്ത്രം തെറ്റായാലും അമ്മ ക്ഷമിക്കും, മക്കളല്ലേ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. കാരണം നമ്മൾ ജപിക്കുന്ന മന്ത്രം കൊണ്ടാണ് ദേവത അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രകാശത്തിലൂടെയും ശബ്ദത്തിലൂടെയുമാണ് ദേവത ഉണ്ടാകുന്നത്. പ്രകാശമെന്നാൽ ദീപവും ശബ്ദമെന്നാൽ മന്ത്രവുമാണ്. ഇത് രണ്ടും ചേരുന്നിടത്ത് ആ മന്ത്രത്തിൻ്റെ രൂപം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ മന്ത്രം തെറ്റായി പറഞ്ഞാലോ? അതിനനുസരിച്ചുള്ള ദേവതയല്ലേ ഉണ്ടാകൂ? ചിലപ്പോൾ ഉണ്ടായില്ലെന്നും വരാം. അതുകൊണ്ടാണ് ചിലരൊക്കെ എത്ര ജപിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അർത്ഥം ഒരുപാട് അറിഞ്ഞില്ലെങ്കിലും അക്ഷരങ്ങൾ ശുദ്ധിയായും മുറിച്ചു ചൊല്ലേണ്ടിടത്ത് മുറിച്ചുമൊക്കെ കറക്റ്റായി ചൊല്ലുക. ആദ്യം കേട്ടു പഠിക്കുക, ഏകദേശം 1 മാസത്തോളം. അത് കഴിഞ്ഞ് പുസ്തകം വാങ്ങി കേൾക്കുന്ന ഓഡിയോ അനുസരിച്ച് കൂടെ പറഞ്ഞു പഠിക്കുക. പിന്നീട് വളരെ ഈസിയായി നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട്, അതിലും ചേരാവുന്നതാണ്. ഓരോ ദിവസം 2 വരികൾ വീതം പഠിച്ചെടുത്താലും മതി. ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതി ദേവിയുടെ ഈ 1000 നാമങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു. ധനം, പ്രശസ്തി, സമ്പത്ത്, ആരോഗ്യം, മക്കളുടെ ഉയർച്ച, മനസ്സമാധാനം തുടങ്ങിയ മനുഷ്യജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പാരായണത്തിലൂടെ ലഭിക്കും. ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ച് ജപിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ജീവിതം ആ പരാശക്തിയുടെ പാദങ്ങളിൽ എന്നും സുരക്ഷിതമായിരിക്കും. ശ്രീ